ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡെസ്റ്റിനോ എന്നുള്ള ഷോർട്ട് ഫിലിം കൊളാബറേറ്റഡ് ബൈ സാൽവദോ ദാലി ആൻഡ് വാൾട്ട് ഡിസ്നി പിക്ചേഴ്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സാൽവദോ ദാലിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സാൽവദോ ദാലി എന്ന് പറയുന്നത് അദ്ദേഹം ഫിഗറസ് എന്ന് പറഞ്ഞൊരു സ്മോൾ ടൗണിൽ ബാഴ്സലോണയിലാണ് ജനിച്ചത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു ബിഫോർ ദാറ്റ് അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സ്പാനിഷ് സെറിയലിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മൊസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മൊസ്റ്റാഷാണ്. അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നതും ഈ ഒരു മൊസ്റ്റാഷാണ്. അപ്പം അദ്ദേഹം ഫോർമൽ ആർട്സ്, അതായത് ഈ ആർട്സിൽ ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ. ആൻഡ് ഇദ്ദേഹം ക്യൂബിസം പോലെയുള്ള മൂവ്മെന്റിലൊക്കെ വളരെയധികം അട്രാക്റ്റഡ് ആയിരുന്നു. ആൻഡ് ഹി ലേറ്റർ മൂവ്ഡ് ക്ലോസർ ടു സെറിയലിസ്റ്റ് ഗ്രൂപ്പിലൊക്കെ ഇദ്ദേഹം ജോയിൻ ചെയ്തു 1929. ആൻഡ് ഇതിന്റെ വൺ ഓഫ് ദി ലീഡിംഗ് എക്സ്പോണൻസ് ആയിട്ട് മാറി സാൽവദോ ദാലി. സെറിയലിസം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോൺ വർക്ക് എന്ന് പറയുന്നത് ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നുള്ളതാണ്. അത് ഓഗസ്റ്റ് 1931 കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഇദ്ദേഹം ഫ്രാൻസിലാണ് ജീവിച്ചിരുന്നത് 1936 to 39. പിന്നീട് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ട് മാറി. ആൻഡ് വീണ്ടും അദ്ദേഹം സ്പെയിനിലോട്ട് വന്നു 1948. ആൻഡ് അദ്ദേഹം കാത്തലിക് ഫെയ്ത്തിലോട്ട് മാറി. ഓക്കെ, പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിസിസം, മിസ്റ്റിസിസം, പിന്നെ അതുപോലെ തന്നെ സയന്റിഫിക് ഡെവലപ്മെന്റ്സിലൊക്കെ ആയിരുന്നു ശ്രദ്ധ. അപ്പോൾ അദ്ദേഹം പെയിന്റിങ്ങിലും ഗ്രാഫിക് ആർട്സിലും ഫിലിമിലും സ്കൾപ്ചറിലും ഡിസൈനിലും ഫോട്ടോഗ്രാഫിയിലും ഒക്കെ നല്ല രീതിയിൽ ഇൻവോൾവ് ആയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഫിക്ഷനും പോയട്രിയും ഓട്ടോബയോഗ്രഫിയും എസ്സേസും ക്രിറ്റിസിസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് വരുന്ന തീംസ് എന്ന് പറയുന്നത് ഡ്രീംസ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അത് സെക്ഷുവാലിറ്റി, റിലീജിയൻ, സയൻസ്, അതുപോലെ തന്നെ പേഴ്സണൽ റിലേഷൻഷിപ്സ് ഒക്കെയാണ് വരുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന് വേണ്ടി 2 മ്യൂസിയംസ് ഡിവോട്ടഡ് ആയിട്ടുണ്ട്. ദ ദാലി തിയേറ്റർ മ്യൂസിയം, അത് സ്പെയിനിലും, സാൽവദോ ദാലി മ്യൂസിയം ഫ്ലോറിഡ, അതായത് US വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം വേറെ കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എസ്സേക്കകത്തും കൂടെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ വേറെ സിംബോളിസം, ഇദ്ദേഹത്തിന്റെ വർക്ക്സിലുള്ള സിംബോളിസം അല്ലെങ്കിൽ മെയിൻ സിംബൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള സിംബൽസ് ഒക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ സെക്ഷൽ ആയിട്ടുള്ള അണ്ടർടോൺസ് ഉള്ള സിംബൽസ് അതൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോങ്കീസ്, ലോക്കസ്റ്റുകൾ, അതായത് ഒരു കൈൻഡ് ഓഫ് വെട്ടിൽ പോലെ ഒരു കൈൻഡ് ഓഫ് ഫ്ലൈ പോലെ ഒരു സംഭവമാണ് ഈ ലോക്കസ്റ്റ് എന്ന് പറയുന്നത്. അതിനെയൊക്കെ ഇങ്ങനെ വിഷ്വലി ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ആൻഡ് ഫുഡ് അതല്ലെങ്കിൽ ഈറ്റിംഗ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വർക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്, ഫുഡ് ആൻഡ് ഈറ്റിംഗ്. അതുപോലെ തന്നെ ഫുഡ്, ബ്യൂട്ടി ആൻഡ് സെക്സും ആ ഒരു ഇമേജസും ഇതിനകത്ത് അദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ദ ബാസ്ക്കറ്റ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞൊരു വർക്കിനകത്ത് ബ്രെഡ് ഒക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ എപ്പോഴും വരുന്നൊരു ഇമേജ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, എഗ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വേറൊരു ഇമേജ് ആണ്. എഗ് ഹോപ്പിനെയും ലവിനെയാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ ഈ സീയിൽ കാണപ്പെടുന്ന കുറച്ച് ഓർഗാനിസംസ് ഒക്കെ ഉണ്ടല്ലോ, സീ എർച്ചിൻസ് പോലെയുള്ള, അതും എല്ലാം ഇദ്ദേഹത്തിന്റെ വർക്കിനകത്ത് ഇങ്ങനെ ഇമേജസ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആനിമൽസിന് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ റൈനോസറസ് വരുന്നുണ്ട്, റൈനോസ് ഉണ്ടല്ലോ നമ്മുടെ, അതൊക്കെ ഒരു ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോങ്കീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ആന്റുകൾ, ഉറുമ്പുകൾ വരുന്നുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഡെത്ത്, ഡീകേ അല്ലെങ്കിൽ സെക്ഷൽ ഡിസയറിനെയാണ് കാണിക്കുന്നത്. സ്നെയിൽ, ഒച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്നെയിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ഹെഡിനെയാണ് കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ലോക്കസ്റ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൈ പോലെയുള്ള ജീവികൾ, ലോക്കസ്റ്റുകൾ എന്ന് പറയുന്നത് ഫിയറിനെയാണ് കാണിക്കുന്നത്. എലിഫന്റും ഒരു റിക്കറിംഗ് ഇമേജ് ആയിട്ടൊക്കെ ഇദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് വരാറുണ്ട്. പിന്നെ ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, അതും ഇദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അത് അങ്ങനത്തുള്ള തിയറീസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇദ്ദേഹത്തിന്റെ വർക്ക്സിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, നമ്മുടെ അറ്റോമിക് ബോംബിംഗ് ഉണ്ടല്ലോ, ഹിരോഷിമയിലും നാഗസാക്കിയിലും സംഭവിച്ചിട്ടുള്ള ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ അറ്റോമിക് ബോംബ്, അതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹത്തിന്റെ ഇമേജസിനകത്ത് നമുക്ക് അല്ലെങ്കിൽ വർക്കിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിനകത്ത് വരുന്ന. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു ബയോഗ്രഫി പോലെ പറയുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ ഡെസ്റ്റിനോ എന്ന് പറയുന്നത്, അത് ഈ സാൽവദോ ദാലി വാൾട്ട് ഡിസ്നി പ്രൊഡക്ഷനുമായിട്ട് ചേർന്ന്, അതായത് വാൾട്ട് ഡിസ്നി ഉണ്ടല്ലോ, വാൾട്ട് ഡിസ്നിയുമായിട്ട് ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത ഒരു 6 minute ഷോർട്ട് ഫിലിമാണ് ഡെസ്റ്റിനോ എന്ന് പറയുന്നത്.
അത് ആനിമേഷൻ പോലെയാണ് ക്രിയേറ്റ് ചെയ്തത്. 1945 പക്ഷെ അത് തീർന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് വർഷം എടുത്തു തീരാൻ. അതായത് 2003 അതുപോലെ തന്നെ 2023 ഒക്കെ അതിന്റെ പല വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ആനിമേഷനും കാര്യങ്ങളും എല്ലാം വളരെ സൂപ്പർബാണ്. നമുക്ക് ഒരിക്കലും തോന്നത്തില്ല 1945 എടുത്ത കാര്യമാണെന്ന് തോന്നത്തില്ല. എന്ന് വെച്ചാൽ അടിപൊളി കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന ആനിമേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരുപാട് സമയം എടുത്തു, അല്ലെങ്കിൽ ഒരുപാട് വർഷം എടുത്തു ഇതൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി, കംപ്ലീറ്റ് ആവാൻ വേണ്ടി. അതൊരു പുതിയ കൈൻഡ് ഓഫ് ഒരു ആനിമേഷൻ ടെക്നിക്കാണ് ഇദ്ദേഹം യൂസ് ചെയ്തത്. അതായത് ആനിമേഷൻ ലൈവ് ഡാൻസേഴ്സുമായിട്ടാണ് ഇദ്ദേഹം ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അതൊരു ന്യൂ ആനിമേഷൻ ടെക്നിക്കായിരുന്നു. പ്രൊഡക്ഷൻ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയെന്ന് പറയാൻ കാരണം വേൾഡ് വാർ 2 സമയത്ത് വോൾട്ട് ഡിസ്നിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വരികയും അതുകൊണ്ടാണ് 2003 വോൾട്ട് ഡിസ്നിയുടെ തന്നെ നെഫ്യൂ ആയിട്ടുള്ള റോയ് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പൊ ഡെസ്റ്റിനോ എന്ന് പറയുന്നത് ഒരു ക്രോണോസ് എന്ന് പറയുന്നത് ടൈമിനെ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ക്രോണോസും ഡാലിയയും തമ്മിലുള്ള, ഡാലിയ എന്ന് പറയുന്നത് ഒരു മോർട്ടൽ വുമൺ ആണ്, അതായത് ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ മരണമുള്ള സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോണോസ് എന്ന് പറയുമ്പോൾ ടൈമിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടും ഡാലിയ എന്ന് പറയുന്ന ഒരു മോർട്ടൽ വുമണും ഇവർ തമ്മിലുള്ളൊരു ട്രാജിക് ലവ് സ്റ്റോറിയാണ് ഇത് കാണിക്കുന്നതെന്ന് പറയുന്നത്. അവർ തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നതെന്നും അവരെങ്ങനെ ട്രാജിക്കലി അതെങ്ങനെ മാറുന്നു എന്നുള്ളതാണ് സാൽവദോർ ദാലി പെയിന്റ് ചെയ്ത്. ഈ പെയിന്റിങ്സ് ഇങ്ങനെ ചെയ്തിട്ടാണ് ആനിമേറ്റഡ് ആക്കി മാറ്റിയത്. ഓക്കെ, അതിനകത്ത് ലവ് ആൻഡ് ലോസ്റ്റിന്റെ സോങ്സും അതുപോലെ തന്നെ ലവിനെ റീഡിസ്കവർ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു വുമൺ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ഒരുപാട് കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ റിയൽ അല്ലാത്ത കുറേ ട്രാൻസ്ഫർമേഷൻസ് ഈ സ്ത്രീക്കും അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് ചുറ്റിനും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ലവറിന്റെ ഫേസ് ഒക്കെ മെൽറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഷാഡോയിൽ നിന്ന് ഡ്രസ്സ് ഉണ്ടാക്കി ഇടുന്നത് പോലെ, അതുപോലെ തന്നെ ബെല്ലിന്റെ ഷാഡോ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കടൽക്കര പോലെ, ഒരു ഡെസേർട്ട് പോലെ, അല്ലെങ്കിൽ ഒരു ബീച്ച് സാൻഡ്, എന്തോ ഒരു ഇച്ചിരി സാൻഡി ഏരിയയിലാണ് ഇത് നടക്കുന്നത് കേട്ടോ. അപ്പം അവർ നോക്കുമ്പോൾ അവരുടെ ഈ വലിയൊരു ബെല്ല് അവിടെ ഉണ്ട്. ആ ബെല്ലിന്റെ ഷാഡോയിൽ ഇവർ കയറി നിൽക്കുമ്പോൾ ആ ഒരു ബെല്ല് ഒരു ഫ്രോക്കായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡ്രസ്സായിട്ട് മാറുന്നുണ്ട്. പിന്നീട് ഇവർ ഡാൻഡിലിയൻ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ആൻസ് ക്രോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആ ആൻസ് പിന്നീട് ബൈസൈക്കിൾസ് റൈഡ് ചെയ്യുന്ന ആണുങ്ങളായിട്ട് മാറുന്നുണ്ട്, ഫ്രഞ്ച് പീപ്പിളായിട്ട് മാറുന്നുണ്ട്. ടേർട്ടിൽസിന്റെ ഫേസ് എന്ന് പറയുന്ന അവരുടെ ബാക്കിലാണ്, അത് കൊളൈഡ് ചെയ്യുന്നുണ്ട് വേറെ ഡാൻസേഴ്സുമായിട്ട്. അങ്ങനെ ഒരു ബേസ്ബോൾ ഗെയിം, ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ബേസ്ബോൾ ഗെയിം ഉണ്ട് ഈ ഒരു ആനിമേഷനകത്ത്. ക്ലോക്സ് ഒക്കെ മെൽറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഗ്ലാസ് ഉണ്ടല്ലോ, അത് കാണിക്കുന്നുണ്ട്, അതൊക്കെ മെൽറ്റ് ചെയ്യുന്നത് പോലെ. പിന്നെ കുറേ ഫിഗേഴ്സ്, ഷാഡോയി ഫിഗേഴ്സ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാരക്ടറിനെ തന്നെ നമ്മുടെ കണ്ണുണ്ടല്ലോ, ഐബോൾസിൽ ഫുൾ ഈ ക്യാരക്ടർ നിറഞ്ഞു നിൽക്കുന്നതായിട്ട്, അതായത് കവർ ചെയ്ത് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം വിയേർഡായിട്ടും സ്ട്രേഞ്ച് ആയിട്ടും തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ആനിമേഷനാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിനകത്തൊക്കെ ഹാപ്പൻ ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. കാരണം ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി മാറും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലെ നോക്കാം. ഈ ഡെസ്റ്റിനോ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ്? ഡെസ്റ്റിനി എന്നാണ്. ഓക്കെ, പിന്നെ ഈ ഒരു സോങ് ആരാണ് എഴുതി? അതായത് ഈ വിഷ്വൽസിന്റെ കൂടെ നിങ്ങൾ ഷോർട്ട് ഫിലിം കാണുമ്പോൾ ഒരു സോങ് ഉണ്ട്. ആ സോങ് എന്ന് പറഞ്ഞത് ഒരു മെക്സിക്കൻ സോങ് റൈറ്ററാണ് എഴുതിയത്. അർമാൻഡോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ വന്നത് കേട്ടോ. പിന്നെ അത് ഇംഗ്ലീഷിലോട്ട് അഡാപ്റ്റ് ചെയ്തത് റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ട് ഡിസ്നിയുടെ തന്നെ നെഫ്യൂ ആണ്. റേ ആണ് അത് ഇംഗ്ലീഷിലോട്ട് അഡാപ്റ്റ് ചെയ്തത്. അപ്പോൾ അതിന്റെ പാട്ടെന്ന് പറയുന്നത് എന്തായി മാറി? മൈ ഡെസ്റ്റിനി ഇൻ ലവ് എന്നായി അതിന്റെ പാട്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാലിയുടെ എയിം എന്തായിരുന്നു ഡെസ്റ്റിനോ ക്രിയേറ്റ് ചെയ്യാനുള്ളത്? അപ്പോൾ ഇദ്ദേഹം പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്, അതായത് ഈ ഓർഡിനറി പീപ്പിളിന് സറിയലിസം എന്താണെന്ന് കാണിക്കണം. അതായത് ഒരു പെയിന്റിങ്ങിനകത്തോ നമ്മളിപ്പോൾ ഒരു കാര്യം എഴുതി വെച്ചാലോ വരച്ച് വെച്ചാലോ കാണിക്കുന്നതിനപ്പുറമാണ് വിഷ്വൽ ഇഫക്റ്റിനുള്ളത്. വിഷ്വൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിയോണ്ട് വേർഡ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ബിയോണ്ട് ആ പെയിന്റഡ് ഇമേജ് ആണ്. അപ്പോൾ ആ വിഷ്വൽ ഇമേജിലൂടെ സറിയലിസം എന്താണെന്ന് കാണിക്കാനാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ആനിമേഷൻ മൂവി ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിച്ചത്. പിന്നെ ഈ ഒരു തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫൈൻഡ് അല്ലെങ്കിൽ സെർച്ച് ഫോർ ട്രൂ ലവ്, അതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ ഡെസ്റ്റിനി ഒരാൾ തന്നെ കണ്ടുപിടിക്കുക, ഫൈൻഡിങ് വൺസ് ഓൺ ഡെസ്റ്റിനി. പിന്നെ
ക്രോണോസ് എന്നാണ് മറ്റേ ക്യാരക്ടറിന്റെ പേര്, ഞാൻ പറഞ്ഞില്ലേ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ദാലിയ എന്നാണ് മറ്റേ പെൺകുട്ടിയുടെ പേര്. അവരുടെ ഷോർട്ട് സ്റ്റോറിയുടെ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ട്രാജിക്കാണ്. അവർ സെപ്പറേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ്. ഈ ഒരു ഷോർട്ട് ഫിലിം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡെസേർട്ടഡ് പ്ലേസിലാണ് തുടങ്ങുന്നത്. അതിനകത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം കുറേ റോക്കി ഹിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സ്ലെൻഡർ ഫിഗർ, ഒരു മെലിഞ്ഞൊരു സ്ത്രീ, ഒരു ഇമേജാണ് ആ സ്ത്രീയുടെ കാണിക്കുന്നത്. വളരെ, അതായത് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് സ്ലോ ആയിട്ട്, അങ്ങനെയാണ്. അത് ദാലിയാണെന്നാണ് പിന്നീട് പറയുന്നത്. പിന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പിരമിഡ് കാണിക്കുന്നുണ്ട്. പിരമിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, പിരമിഡ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ഫിഗർ ഉള്ള ഒരു പിരമിഡ് സ്ട്രക്ചറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഹ്യൂമൻ ഫിഗർ ക്ലോക്കിന്റെ അടുത്തോട്ട് ലീൻ ചെയ്തിരിക്കുകയാണ്, അതായത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന്റെ പുറത്ത് തന്നെ ഹമ്മിങ് ബേർഡിന്റെ ഒരു ഹമ്മിങ് ബേർഡിനെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ കാണിക്കുന്നുണ്ട്. അതിനകത്തൊരു ഫൗണ്ടെയിൻ ഉണ്ട്, തകർന്നു കിടക്കുന്ന ഫൗണ്ടെയിൻ ഉണ്ട്. അതിനകത്ത് വെള്ളമൊന്നും ഇല്ലാത്ത ഫൗണ്ടെയിൻ ആണ്. ഈ ഫിഗർ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ക്രോണോസ്. ഓക്കെ, അപ്പോൾ പിരമിഡ് ഫൗണ്ടെയിൻ എന്ന് പറയുന്നത് തന്നെ ഈ ഡെസ്റ്റിനി ഉണ്ടല്ലോ, നമുക്ക് ഡെസ്റ്റിനി കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഡെസ്റ്റിനിയുടെ ആ ഒരു ഇൻവിസിബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ പിരമിഡ് ഫൗണ്ടൻ കാണുമ്പോൾ ദാലിയ എന്താണ് ഇമാജിൻ ചെയ്യുന്നത്? ദാലിയെ ശരിക്കും പറഞ്ഞാൽ ഈ പിരമിഡ് കാണുമ്പോൾ അത് അവളുടെ ലവറായ ക്രോണോസിനെയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പിരമിഡിനെ കാണുമ്പോൾ അവൾ കെട്ടിപ്പിടിക്കുന്ന കണക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവളുടെ കൈകളിൽ പിരമിഡിനെ ഒളിച്ചു വെക്കുന്നതായിട്ട്, ഒരു മജീഷ്യനെ പോലെ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഡിയർ ആണ് ഈ ക്രോണോസ് എന്ന് പറയുന്ന ആള്. അപ്പം ഈ പിരമിഡ് കാണുമ്പോഴെല്ലാം ഇവൾക്ക് ക്രോണോസിനെയാണ് ഓർമ്മ വരുന്നതുകൊണ്ട് പിരമിഡ് കാണുമ്പോഴെല്ലാം ഇവളിങ്ങനെ ഹഗ് ചെയ്യുന്ന കണക്കൊരു സിമ്പിളാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ക്രോണോസിന്റെ എന്താ പറയുക, പ്രതിമയ്ക്ക് എന്ത് സംഭവിക്കുവാണ് ദാലിയ അടുത്തോട്ട് വരുമ്പോൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണോസിന്റെ പ്രതിമ ഈ ഒരു സ്കൾപ്ചറിൽ മൂൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ക്രോണോസിന്റെ ഫേസ് മെൽറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ മെൽറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ തലയില്ലല്ലോ, അപ്പോൾ അത് ഫോൾസ് ലവിനെയാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്രതിമയുടെ ചുറ്റിനും കുറേ ഈച്ച പറക്കുന്നതാണൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഈച്ച എന്ന് പറയുന്നത് ആ ഒരു ലവിലുള്ള ഫ്രസ്ട്രേഷനെ അല്ലെങ്കിൽ അതിനെയാണ്, ഇറിറ്റേഷനെയാണ് കാണിക്കുന്നത്. അതായത് അവൾക്ക് കിട്ടിയില്ലല്ലോ, ഈ ഒരു പ്രൊട്ടഗോണിസ്റ്റിനെ, അവരുടെ ഹീറോയെ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരിതാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അതായത് ഇയാളുടെ തല മെൽറ്റ് ചെയ്ത് പോകുമ്പോൾ ഇവളുടെ റിയാക്ഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവള് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇവള് ഒരു സ്പൈറൽ പാത്തിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഹെഡ്ലെസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണുന്നു. അത് തലയില്ലാത്തൊരു ന്യൂഡ് സ്ട്രക്ചർ കാണുന്നു. പിന്നീട് നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഗർ ഷാമ്പെയിൻ ഗ്ലാസ് ഇങ്ങനെ റേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരു ഷാമ്പെയിൻ ഗ്ലാസ് നീക്കുന്നതായിട്ട്, അതായത് അവളുടെ നേരെ വെച്ച് നീട്ടുന്നതായിട്ട് കാണുന്നു ഒരു ഫിഗർ. അതുപോലെ തന്നെ ഒരു വുമൺലി ഫിഗറിനെ കാണുന്നുണ്ട്. അവരുടെ തലയെന്ന് പറയുന്നത് ഡാൻഡിലിയൻ ഹെഡാണ്. ഡാൻഡിലിയൻ എന്താണെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അതായത് നമ്മളിങ്ങനെ ഊതി വിടുന്ന ഒരു സംഭവമാണ് ഡാൻഡിലിയൻ എന്ന് പറയുന്നത്. ഈ അപ്പൂപ്പൻ താടി പോലെ ടൈപ്പാണ്. ഓക്കെ, പിന്നെ ഡാലിയയുടെ പാത്തിലുള്ള സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഡാലിയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവളുടെ ലവറിനെ കിട്ടിയില്ല. അപ്പോൾ അവൾക്ക് എവിടെ നോക്കിയാലും ഈ ലവറിന്റെ റെപ്ലിക്കാസ് പോലെയാണ് തോന്നുന്നത്. അപ്പം ഡാലിയ അവസാനം ഒരു സ്പിരിച്വൽ പാത്തിലോട്ട് പോവുകയാണ് ഈ ഒരു ബ്രേക്കപ്പ് ആയതിനു ശേഷം. ഓക്കെ, അപ്പം കുറേ ഹ്യൂമൻ ലൈക്ക് ഫിഗേഴ്സിനെ കാണുന്നുണ്ട്. ഷാമ്പെയിൻ പിടിച്ച് നിൽക്കുന്ന ഹ്യൂമൻ ലൈക്ക് ഫിഗേഴ്സിനെ കാണുന്നു. അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സോഷ്യൽ സ്റ്റേറ്റസിനെയാണ് കാണിക്കുന്നത്. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഡാൻഡിലിയൻ തലയായിട്ടുള്ളൊരു സ്ത്രീയെ കാണുന്നുണ്ട്. അത് മദർഹുഡിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഒരാൾ സെല്ലോ വായിക്കുന്നത് കണക്ക് കാണുന്നുണ്ട്. അയാൾ പക്ഷെ മാനിപ്പുലേറ്റർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിഗർ എന്ന് പറയുന്നത് മൊത്തം കണ്ണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഫിഗർ. ആ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആളുകൾ ഗോസിപ്പ് ചെയ്യുന്നതും ക്യൂരിയോസിറ്റിയും സൊസൈറ്റിയുടെ അൺവാണ്ടഡ് അറ്റൻഷനുമാണ് കാണിക്കുന്നത്. അതായത് ആളുകളുടെ പ്രൈവറ്റ് ലൈഫ്സിലോട്ടുള്ള സൊസൈറ്റിയുടെ അൺവാണ്ടഡ് അറ്റൻഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്, സിമ്പിൾസ് ആയിട്ടുള്ളത്. ആൻഡ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാലിയ അവളുടെ ഡ്രസ്സ് ഇടയ്ക്ക് വെച്ച് ഇതിനകത്ത് ഉടക്കി കീറിപ്പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ക്രോണോസിന്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു അവിടെ. ആ പ്രതിമയുടെ തല മെൽറ്റ് ചെയ്ത് പോകുമല്ലോ. ആ തല മെൽറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ക്രോണോസിന്റെ പ്രതിമ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് മാനക്യൂനായിട്ട് മാറും. മാനക്യൂൻ എന്ന് വെച്ചാൽ ഈ കടകളിലൊക്കെ വെച്ചേക്കുന്ന തുണി പ്രതിമകളുണ്ടല്ലോ, അതായിട്ട് മാറും. തലയില്ലാത്ത പ്രതിമയായിട്ട് മാറും. ഈ തലയില്ലാത്ത പ്രതിമയുടെ ഒരു പോയിന്റിൽ ഇവളുടെ, അതായത് പോയിന്റ് ഫിംഗറിൽ ഇവളുടെ ഡ്രസ്സ് കുടുങ്ങി അത് കീറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ആ നേക്കഡ് ബോഡി ഒരു ഷെല്ലുണ്ടല്ലോ നമ്മുടെ മറ്റേ ബീച്ചിലൊക്കെ കാണുന്ന ഷെല്ലിനകത്തോട്ട് ഇവള് കയറി ഒളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അവൾ ആ ഷെല്ലിന്റെ അകത്തൂടെ വീണിട്ട് അവള് ഒരു പിന്നെ എന്താ പറയാ അതായത് ഒരു തറയിലോട്ട് ഇങ്ങനെ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡാലി എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് കഴിയുമ്പോൾ മറ്റേ ബെല്ലിൻ്റെ ഇതിനകത്ത് കാണുന്നുണ്ട്. ബെല്ലിൻ്റെ ഷാഡോയിൽ പോയി നിൽക്കുമ്പം ആ ബെല്ലിൻ്റെ ഷാഡോ ഇവൾക്കൊരു ഫ്രോക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡാലിയുടെ ട്രാൻസ്ഫർമേഷൻ, അതായത് ഈ ബെൽ ടവറിൻ്റെ അവിടെ വരുമ്പോൾ ഡാലിയുടെ ട്രാൻസ്ഫർമേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളുടെ ഈ ഷാഡോ ഓഫ് ദ ബെല്ലുമായിട്ട് മേർജ് ചെയ്യുവാണ്. അപ്പോൾ ഡാലിയ വളരെയധികം ഫാസിനേറ്റഡ് ആവുന്നുണ്ട്. ആൻഡ് അവൾ ഷാഡോയിൽ ഡൈവ് ചെയ്യുന്നതായിട്ട്, നമ്മൾ കുളിക്കാൻ പോകത്തില്ലേ ഈ കുളത്തിലൊക്കെ, അതുപോലെ ഇവൾ ഷാഡോയ്ക്കകത്ത് ഡൈവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ അവളുടെ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ ലോങ് ആണ്, നല്ല അടിപൊളി ഡ്രസ്സൊക്കെയാണ്. അവൾ സിൻഡ്രല്ലയെ പോലെ ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് സന്തോഷം കൊണ്ട്. സഡൻലി അവളുടെ ഹെഡ് എന്തായി മാറുന്നു, ഡാൻഡിലിയൻ പോലെ മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രോണോസിന് എന്താണ് അവസാനം പറ്റിയെന്ന് ചോദിച്ചാൽ, ക്രോണോസ് ശരിക്കും പറഞ്ഞാൽ സ്കൾപ്ചറിനകത്ത് ട്രാപ്ഡായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം ടൈം ബൗണ്ട് ആണല്ലോ നമ്മുടെ എല്ലാ ലൈഫ്സ്, ടൈം ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യത്തില്ല. സോ ഇദ്ദേഹം ആ സ്കൾപ്ചറിനകത്ത് അകപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഡാൻഡിലിയൻ ബോൾ ഉണ്ടല്ലോ, ഡാൻഡിലിയൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം, ആ പൂപ്പന്താടി പോലുള്ള സംഭവം സ്കൾപ്ചറിനെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു ഹമ്മിങ് ബേർഡ് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണ് ഈ ഒരു സ്കൾപ്ചറിനകത്തുനിന്ന്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാലിയുമായിട്ട് ഇദ്ദേഹം ഒത്തുചേരുന്നു അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതായിട്ടോ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഡാലിയോടുള്ള ലവ് ആണെന്നും നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാക്കിലുള്ള ക്ലോക്കുകളെല്ലാം മാറ്റിയിട്ട്, ക്ലോക്കുകളാണ് ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൾപ്ചറുമായിട്ട് അതായത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോക്കുകളെല്ലാം ഇദ്ദേഹം എടുത്ത് റിമൂവ് ചെയ്യും. ആൻഡ് അദ്ദേഹം വെളിയിൽ വരാൻ നോക്കും. അപ്പോൾ ഡാലിയെ ഡിസ്റ്റൻസിൽ കണ്ടു. പക്ഷേ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പസിലിനകത്ത് കുടുങ്ങിപ്പോവും, ഒരു മെയ്സ് എന്ന് വെച്ചാൽ ഈ പസിൽ പോലൊരു സംഭവത്തിനകത്ത് കുടുങ്ങിപ്പോവും. അവരുടെ ചുറ്റിനും ഇടയ്ക്കുമൊക്കെ വാൾസ് വരാൻ തുടങ്ങും, ഭിത്തികൾ വരാൻ തുടങ്ങും. ഇപ്പോൾ ഡാലിയ വളരെ ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഹമ്മിങ് ബേർഡ്സിനെയൊക്കെ പറത്തി വിടുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഇതിനെ കണ്ടുപിടിച്ച് രണ്ടുപേർക്കും ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്ന്. പക്ഷേ ഡാലി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്കൾപ്ചറായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, തലയില്ലാത്തൊരു പ്രതിമയായിട്ട് ഡാലിയ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോണോസ് ഒരു ബേസ്ബോൾ പ്ലെയറായിട്ട് പിന്നീട് ട്രാൻസ്ഫർമേഷൻ ആവുകയാണ്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാലിയയുടെ, അതായത് ഈ ഒരു ഡാലിയ ഒരു ഡാൻസറുടെ ഇതായിട്ടാണ് മാറുന്നത്. ബാലറീന എന്ന് വെച്ചാൽ ഡാൻസറാണ് കേട്ടോ. അപ്പോൾ ഈ ഡാൻസറായിട്ട് മാറിയ അങ്ങോട്ട് തലയിലോട്ട് ഇയാൾ തലയിടിക്കുവാണ് ആര്, നമ്മുടെ ഈ ബേസ്ബോൾ പ്ലെയർ. അതായത് നമ്മുടെ ക്രോണോസ് ഒരു ബേസ്ബോൾ പ്ലെയറായി, അയാൾ എന്തോ ഒരു ബോൾ ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഇയാൾ ഡാലിയയുടെ ഹെഡിലാണ് കൊള്ളുന്നത്. അങ്ങനെ ക്രോണോസ് നോക്കുമ്പോഴെല്ലാം ഡാലിയ ഇങ്ങനെ പതുക്കെ അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീഴുന്നത്, അതായത് പതുക്കെ അകലുന്നതായിട്ടാണ് ഇയാൾക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡിങ് ഒരു ട്രാജിക് എൻഡിങ് ആണ്. ഡാലിയ ഒരു ഒരു അബ്സ്ട്രാക്റ്റ് ഫിഗറായിട്ട് മാറുവാണ്. അതായത് ഈ ഒരു ബാലറീന പോലെ അല്ലെങ്കിൽ ഒരു ഷാഡോയി ഫിഗർ പോലെ ഇങ്ങനെ മാറുവാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബെല്ലിൻ്റെ ഷാഡോ പോലെ ഇങ്ങനെ മാറുവാണ് അവസാനം. ക്രോണോസിനാണെങ്കിൽ ഡാലിയുടെ അടുത്തോട്ട് എത്താൻ പറ്റുന്നതുമില്ല, കാരണം ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ ചേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ആൻഡ് ഇയാൾ ഒരുപാട് നോക്കുമ്പോഴും ഇവൾ മാറി ഇങ്ങനെ പോവുകയാണ്, ഇയാൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട്. സോ അവരുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡെസ്റ്റിനി മൂലമാണ് അവരുടെ സെപ്പറേഷൻ വന്നത്. അവരങ്ങനെ സെപ്പറേറ്റഡ് ആയി എന്നാണ് പറയുന്നത്. അപ്പം ക്രോണോസ് എന്ത് ചെയ്യുവാണ്, തിരിച്ച് ആ സ്കൾപ്ചറിലോട്ട് തന്നെ പോവുകയാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ ഹമ്മിങ് ബേർഡിൻ്റെ ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് ബ്രോക്കൺ ആയി കിടക്കുകയാണ് ചെയ്യുന്നത്. ഹമ്മിങ് ബേർഡ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫ്രീഡത്തിൻ്റെ സിമ്പിളായിട്ടോ ലവിൻ്റെ സിമ്പിളായിട്ടോ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ക്രോണോസ് വളരെ ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കാരണം ഹമ്മിങ് ബേർഡ് ആയിരുന്നു ഇയാളുടെ ലക്ക് അല്ലെങ്കിൽ ജോയ് എന്ന് പറയുന്നത്. അതിൻ്റെ ആബ്സെൻസ് തന്നെയാണ് ഡാലിയയോടുള്ള ഇഷ്ടവും അതിൻ്റെ ആബ്സെൻസും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് വളരെ പ്രശ്നമാവും ആർക്ക്, നമ്മുടെ ക്രോണോസിന്. ഓക്കെ, അപ്പം ഡാലിയ ഒരു ബെല്ലായിട്ടാണ് അവസാനം മാറുന്നത്. പക്ഷേ എന്നാൽ പോലും ഡാലിയ എന്ത് ചെയ്യുന്നുണ്ട്, ക്രോണോസിൻ്റെ അടുത്ത് ആ ഒരു ഇഷ്ടം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ഡാലിയ ബെല്ലായി മാറുന്നുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഡാലിയ ഡാൻഡിലിയൻ്റെ ഒരു ഇമേജ് ആയിട്ട് മാറുന്നുണ്ട് തല. ഓക്കെ, പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി ഇതിനകത്തുള്ള സർറിയലിസം എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇതിനകത്ത് വോൾട്ട് ഡിസ്നി ചെയ്തൊരു പടമാണ് അല്ലേ, അപ്പോൾ ആനിമേഷൻ ഷോർട്ട് ഫിലിമാണ്. അപ്പം വോൾട്ട് ഡിസ്നി ചെയ്യുമ്പോൾ കുറച്ച് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സക്സസിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് സിംപ്ലിഫൈഡ് ആക്കിയിട്ടുണ്ട് കാര്യങ്ങളെ, കുറച്ച് കൺട്രോൾഡ് ആക്കിയിട്ടുണ്ട്, കുറച്ച് സേഫ് സൈഡിലാണ് ഈ ഒരു പടത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഡെസ്റ്റിനോ എന്നുള്ള പേര് കൊടുത്തതും മനഃപൂർവ്വം തന്നെയാണ് കേട്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ടും. അതുപോലെ തന്നെ ഡാലിയും ഡിസ്നിയും തമ്മിലുള്ളൊരു കൊളാബറേഷൻ ആയതുകൊണ്ടും ഈ ഒരു കോംപ്ലക്സ് ആയിട്ടും വളരെയധികം ഇൻ്റലക്ച്വൽ ആയിട്ടും ശരിക്കും പറഞ്ഞ ആളുകൾക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കാണുമ്പോൾ തോന്നും. പിന്നെ 1946 1945 തുടങ്ങിയതെങ്കിലും 2003 ഇത് തീർന്നത് അല്ലേ. അപ്പോൾ ഡാലി എന്ന് പറയുന്ന സർറിയലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വ്യക്തിയാണ്.
പക്ഷെ ഡിസ്നി എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലിഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ സബ്ജക്റ്റുകൾ അതൊക്കെയാണ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം അതൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് ഷെൽഫിലായിപ്പോയി. 2003 ഇതിനെ വീണ്ടും ഡിസ്നിയിലെ തന്നെ ഫാമിലിയിലുള്ള ആളുകൾ കൊണ്ടുവന്നത്. അപ്പം ഡിസ്നിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഡാലിയുടെ ആ ഒറിജിനൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് മാറ്റി ആ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് 2003 ഇത് കൊണ്ടുവന്നത് കേട്ടോ, പോപ്പുലർ ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പം വളരെ കെയർഫുൾ ആയിട്ട് ഡാലിയുടെ ഇമേജസ് ഒക്കെ വളരെ ബാലൻസ് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്തത്. ആൻഡ് അതുപോലെ 6 മിനിറ്റ് ആക്കി മാറ്റി. സ്റ്റോറി ഓഫ് ലവേഴ്സ് അവസാനം സ്റ്റോറി ഓഫ് ലവേഴ്സ് അതാണ് തീം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സറിയലിസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രോമോസിൻ്റെയും ഡാലിയുടെ ലവിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നത്. ക്രോണോസ് എന്ന് പറയുന്നത് ഒരു അൺമൂവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഡാലിയാണ് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് കളിക്കുകയും ഡ്രീം ചെയ്യുകയും പ്രോഗ്രസ് ചെയ്യുകയും അവൾക്കാണ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത് ഈ ഒരു ഫിലിമിനകത്ത്. ആൻഡ് അതുപോലെ തന്നെ അവളുടെ ജേർണി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മാറി. അതായത് അവൾക്ക് അവളെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണി ആയിട്ട് മാറി. അവളൊരു റൊമാൻറ്റിസൈസ്ഡ് ഫിഗറായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. യങ് ആണ്, അത്ലറ്റിക് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. ക്രോണോസിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഒത്തുചേരണം എന്ന് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ക്രോണോസിനെ കണ്ടുപിടിക്കാൻ സമയത്ത് ഇവർ കുറേ ഫിഗേഴ്സിനെ കാണുന്നുണ്ട് അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഇൻ ദ എൻഡ് അവൾ എന്താണ്, അവൾ ആ ഒരു സറിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ബെല്ലിൻ്റെ ഷേപ്പിലോട്ട് അല്ലെങ്കിൽ ഡാൻഡിലിൻ്റെ ഷേപ്പിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഒരു റെഗുലർ ഗേൾ ആയിരുന്നു, പിന്നീട് ലവിൻ്റെ ആ ഒരു ഇത് കാരണം അവളൊരു അബ്സ്ട്രാക്റ്റ് ഫിഗറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കുറച്ച് സ്പിരിച്വാലിറ്റി വന്ന അല്ലെങ്കിൽ എന്തോ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നതുപോലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡാലിയ എന്നുള്ള പേര് വന്നതെന്ന് വെച്ചാൽ ഡാലിയുടെ വൈഫിൻ്റെ പേര് ഗല എന്നായിരുന്നു. അങ്ങനെ ഡാലിയ എന്നുള്ളൊരു പേര് വന്നതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഡെസ്റ്റിനോ എന്നുള്ള ഈ ഒരു ഇതിനകത്ത് ചേഞ്ച് അല്ലെങ്കിൽ മെറ്റമോർഫോസിസിനെ എങ്ങനെയാണ് പറയുന്നത്. മെറ്റമോർഫോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ട്രാൻസ്ഫർമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെറ്റമോർഫോസിസ് ആണ് ക്രോണോസിനാണെങ്കിലും ദാലിയയ്ക്കാണെന്നുണ്ടെങ്കിലും ഒരു മെറ്റമോർഫോസിസ് കൊണ്ടുവന്നത് അവരുടെ അൺഫുൾഫിൽഡ് ലവ് ആണ്. അതായത് രണ്ടു പേർക്കും ചേഞ്ചസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻസ് ഹാപ്പൻ ചെയ്തു. ഓക്കെ, ദാലിയാണെന്നുണ്ടെങ്കിൽ കുറേ ക്ലോത്ത്സിൽ നിന്ന്, അതായത് അവൾ ആദ്യം ക്ലോത്ത്സ് ഇട്ടാണ് വന്നത്, പിന്നീട് നീക്കണായിട്ട് മാറി, അവിടെ ഗാർമെൻറ്റ്സ് എല്ലാം പോയി. പിന്നീട് അവൾ വാനിഷ് ചെയ്യുന്നുണ്ട്, റീഷേപ്പ് ചെയ്യുന്നുണ്ട്, ആ ബെല്ലിൻ്റെ ഷാഡോയ്ക്കകത്ത് ഇവൾ ഡൈവ് ചെയ്യുന്നുണ്ട്, ആ ബെല്ലിൻ്റെ ഷേപ്പിലായി മാറുന്നുണ്ട്, ഡാൻഡിലിയനിലായിട്ട് മാറുന്നുണ്ട് അല്ലേ. ആ ഒരു ഓർഡിനറി ഗേളിൽ നിന്ന് പല ഫിഗേഴ്സായിട്ട് മാറുന്നുണ്ട്. അപ്പം മെറ്റമോർഫോസിസ് ഇതിനകത്ത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഡാലിയയ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെറ്റമോർഫോസിസ് ഹാപ്പൻ ചെയ്യുന്നത്. അതാണ് ആ ഒരു ക്വസ്റ്റിനകത്ത് എഴുതേണ്ടത്. പിന്നെ തീം എന്താണെന്ന് ചോദിച്ചാലും ലവ് അഫെയർ പറഞ്ഞിട്ട് ഈ ഒരു മെറ്റമോർഫോസിസിൻ്റെ കാര്യം പറയുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സറിയലിസ്റ്റ് ഇമേജസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ബിഗിനിങ്ങിൽ പിരമിഡ് ഇവളുടെ കയ്യിൽ നിന്ന് ഡിസപ്പിയർ ആവുന്നുണ്ട്. പിന്നെ ഒരു ഡ്രീം ലൈക്ക് സീക്വൻസ് ആണ് മൊത്തത്തിൽ ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു സ്വപ്നം കാണുന്ന പോലെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് മെൽറ്റ് ചെയ്യുന്നത്, ക്ലോക്ക് അങ്ങ് മെൽറ്റ് ചെയ്യുവാണ്, ഒരു ക്യാൻഡിൽ പോലെ അങ്ങ് മാറുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഡ്രസ്സ് മെൽറ്റ് ചെയ്യുന്നുണ്ട്, തല മെൽറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചന്ദ്രനുണ്ടല്ലോ, ചന്ദ്രൻ ഇങ്ങനെ എന്താ പറയുക നടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്, ഭൂമിയിൽ വന്ന് നടക്കുന്നത് പോലെ. പിന്നെ ആൻസിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചന്ദ്രൻ്റെ കാലുകളെന്ന് പറയുന്നത് അതായത് ഉറുമ്പിൻ്റെ കാലുകൾ പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആ ഒരു ബിലവഡിനെ കാണാനുള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ലോങ്ങിങ് ആണ് കാണിക്കുന്നത്. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഷെല്ലിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്, അതിനകത്തുനിന്ന് വീഴുന്നുണ്ട്, ഒരു വൈഡ് ഓപ്പൺ ഫീൽഡിലാണ് വീഴുന്നത്, ഒരു ഫൗണ്ടെയിനിലാണ് വീഴുന്നത് ക്രോണോസ് നിൽക്കുന്നത്. എന്നിട്ട് പിന്നീട് ടെലിഫോണിൻ്റെ ഇമേജ് വരുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം എന്ന് പറയുന്ന ഒരു ഫോർമൽ ഡ്രസ്സ് ഇവർക്ക് കിട്ടുന്നുണ്ട് ആ ബെല്ലിൻ്റെ ഷാഡോയിൽ നിന്ന്. പിന്നെ ഒരു ഹമ്മിങ് ബേർഡ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് ക്രോണോസിൻ്റെ സ്കൾപ്ചറിൽ നിന്ന്. അതൊന്ന് കാണിക്കുന്നത് വെച്ചാൽ ക്രോണോസ് ഫ്രീ ആയെന്നാണ് കാണിക്കുന്നത്, ആ ടൈമിൽ നിന്ന് ഫ്രീ ആയെന്നാണ് കാണിക്കുന്നത്. പിന്നെ ക്രോണോസിൻ്റെ ആ ഒരു വിള്ളലുണ്ടല്ലോ, ആ പ്രതിമയുടെ വിള്ളലിൽ നിന്ന് ആൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ആൻസ് ഈ കുറേ ആണുങ്ങളായിട്ട്, അതായത് സൈക്കിൾ റൈഡ് ചെയ്യുന്ന കുറേ ഫ്രഞ്ച് പീപ്പിളായിട്ട്, ഫ്രഞ്ച് മാനായിട്ട് മാറുന്നുണ്ട്. പിന്നെ ക്ലോക്സ് മെൽറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഹമ്മിങ് ബേർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചസ് കുത്തി പറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ആൻറ്റുകൾ, അതായത് നമ്മുടെ ക്രോണോസിൻ്റെ കയ്യിൽ നിന്നാണ്, ക്രോണോസിൻ്റെ പ്രതിമയുടെ കയ്യിൽ നിന്ന് ആൻറ്റുകൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല ഒരു പസിൽ ലൈക്ക് സ്ട്രക്ചറിനകത്തായി പോകുന്നുണ്ട്, വഴിതെറ്റി പോകുന്നുണ്ട്. ഡാലിയ വെളിയിലും ക്രോണോസ് എന്ന് പറയുന്നത് മുട്ടുകുത്തിയുമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഫേസ്ലെസ് സ്കൾപ്ചറായിട്ടാണ് ക്രോണോസ് മാറുന്നത്. പിന്നെന്താണ്, ക്രോണോസ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബേസ്ബോൾ പ്ലെയറായിട്ട് മാറുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈ ആമകളുടെ
ഫിഗേഴ്സ് കാണുന്നുണ്ട്. ആ ആമകളുടെ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാൽവദോർ ദാലിയുടെയും ഡാലിയുടെ വൈഫായിട്ടുള്ള ഗാലയുടെയും ഇമേജ് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാലിയയുടെ ആ ഒരു ലാസ്റ്റുള്ള പിന്നെ എന്താണ് ട്രാൻസ്ഫർമേഷൻ, ഡാൻഡിലിയൻ ആയി മാറുന്നതും ആ ബെൽ ഷേപ്പിലോട്ടായി മാറുന്നതും ഒക്കെയാണ്. പിന്നെ പിരമിഡും ബെൽ ടവറും ഒക്കെ എന്താണ് സറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും എലിമെൻറ്റ്സ് ആണ് ഇതിനകത്ത് സറിയലിസ്റ്റിക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസും എന്തൊക്കെ സറിയൽ ആയിട്ടുള്ള, അതായത് റിയൽ അല്ലാത്ത ഇമേജസ് നമുക്ക് അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.